ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വൈഗ IPS എന്ന പ്രണയ നോവലാണ്. അതിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നാളെ മുതൽ നമ്മുടെ സമയത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. രാത്രി 9 മണിക്കിലേക്ക് അനുജത്തി നിനക്കായി വൈഗ IPS മാറുകയും വൈകുന്നേരം 5 മണിക്ക് സാധാരണ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ശ്രീ KK സുധാകരൻ്റെ കാറ്റിൽ തുറന്ന ജാലകം എന്ന കുടുംബ പശ്ചാത്തല നോവൽ വരികയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പഴയ സമയത്തിലേക്ക് വൈഗ IPS മാറുന്നു. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. അനുജത്തി നിനക്കായി വൈഗ IPS അധ്യായം 5. ഞാനീ രാത്രിയിൽ എവിടെയായിരുന്നെന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താടി? ഒരമ്മയ്ക്ക് ആദ്യം വേണ്ടത് സ്വന്തം മക്കളുടെ വിശ്വാസമാണ്. എൻ്റെ അമ്മയ്ക്കതില്ല. ഇല്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ വിശ്വസിക്കില്ലായിരുന്നു. ഞാൻ കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് എന്നെ വിജിലൻസ് പിടിച്ചതെന്നും അറസ്റ്റ് ഉണ്ടായതെന്നും ഞാൻ ജയിലിൽ പോയതെന്നും ശരിയല്ലേ? ദേവിക തറഞ്ഞു നിന്നു. ഇപ്പോഴും എൻ്റെ അമ്മ വിശ്വസിക്കുന്നു ഞാൻ രാത്രി ഒരു പുരുഷൻ്റെ ഉറക്കറയിലായിരുന്നെന്ന്. പക്ഷെ ഇങ്ങനൊരു ന്യൂസ് കേട്ടാൽ എൻ്റെ അച്ഛൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല. അച്ഛൻ എന്നെ അറിയാം. നിൻ്റെ അച്ഛൻ ഈ ന്യൂസ് കേൾക്കില്ലല്ലോ. അദ്ദേഹത്തിന് നീ നേരത്തെ അകത്താക്കിയില്ലേ? ദേവിക പരിഹസിച്ചു. വൈകിക്ക് ക്ഷമ കിട്ടു. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? ഈ താലിച്ചരട് പൊട്ടിക്കണോ? അതെ. ദേവികയ്ക്ക് ആവേശമായി. ഇത് പൊട്ടിച്ചിട്ട് മതി ഇനി നീ മുമ്പോട്ടൊരടി വെക്കുന്നത്. വൈഗ അമ്മയുടെ കൈത്തണ്ടയിൽ നിന്നും കൈ പിൻവലിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മ പൊട്ടിച്ചറിഞ്ഞു. ഉറച്ച സ്വരമായിരുന്നു അവളുടേത്. പക്ഷെ ഒരു കണ്ടീഷനോ? എൻ്റെ കഴുത്തിൽ നിന്നും ഈ താലി പൊട്ടിച്ച പിന്നൊരു താലി ഈ ജന്മത്തിൽ എൻ്റെ കഴുത്തിൽ വീഴില്ല. മറ്റൊരു യുവാവും ഉണ്ടാകില്ല. അമ്മയ്ക്ക് വൈകിയെ അറിയാലോ. അവൾ അമ്മയെ മിഴികളിലെ ആളുന്ന തീയിലേക്ക് കൂസാതെ നോക്കി ചിരിച്ചു. ഇനി അമ്മയ്ക്ക് പൊട്ടിക്കാം. സമ്മതം. ദേവികയുടെ മിഴികളിലെ തീ ക്രമേണ അണഞ്ഞു. കനല് കെട്ടു. മഞ്ഞച്ചരടിൽ പിടിച്ചിരുന്ന കൈ വിറച്ചു. ക്രമേണ ആ കൈ അയഞ്ഞു തുടങ്ങി. വൈഗ അമ്മയുടെ സങ്കടം കണ്ടു. പക്ഷെ പരിഹാരമില്ലല്ലോ. താലി പൊട്ടിച്ചെറിഞ്ഞ് അമ്മയുടെ കണ്ണീര് തുടയ്ക്കാൻ ഇനി വയ്യ. അവൾ സ്റ്റെപ്പ് കയറി തൻ്റെ മുറിയിലെത്തി. നേരം പുലർന്നില്ലെങ്കിലും അവൾ നേരെ കയറിയത് ബാത്റൂമിലേക്ക്. ഷവറിന് കീഴിൽ നിന്ന് തണുത്ത വെള്ളത്തിൻ്റെ കുളിർമ ഉടലാകെ പൂത്തിരി കത്തിച്ചതുപോലെ ഒന്ന് പൊട്ടിത്തെറിച്ചു. തോർത്തിയിട്ട് തിരികെ ഡ്രസ്സിംഗ് ടേബിളിന് മുമ്പിൽ നിൽക്കുമ്പോൾ കണ്ണാടിയിൽ അവൾ കണ്ടു കഴുത്തിലെ പൊന്നുനൂൽ, ചെയിനിന് താഴെ മഞ്ഞച്ചരടിൽ കോർത്ത താലി, ഒരു പൊന്നുനുറുക്കിൻ്റെ തിളക്കം. എത്ര പെട്ടെന്നായിരുന്നു എല്ലാം. താൻ വിവാഹിതയായിരിക്കുന്നു, ഭർത്തുമതിയായിരിക്കുന്നു. ഇനിയെല്ലാം ആ ആളിനു വേണ്ടിയാകണം. ആ ആൾ പറയുന്നത് പോലെയാണോ? പെട്ടെന്ന് മൊബൈല് ബെൽ മുഴക്കി. ഉൾക്കുളിരോടെ അവൾ കണ്ടു. കാർത്തിക് കോളിംഗ്. കാത്തു. നനമുണങ്ങാത്ത കാതോട് ചേർത്ത് വച്ച് നിശ്വാസം പോലെ അവൾ വിളിച്ചു. അവൻ തൊട്ടരികിൽ നിൽക്കുന്നത് പോലെ അവളുടെ ആ നിശ്വാസം അങ്ങകലെ അവൻ്റെ കാതോരത്തെത്തി. വൈഗ, താൻ ഉറങ്ങിയോ? കാതരമായ നിശ്വാസം തന്നെ അവിടെ നിന്നും വന്നു. ഇല്ല, അവൾ പറഞ്ഞു. അച്ഛനും അമ്മയും അരികിലുണ്ടോ? അവർ പോയി. അവൻ്റെ സ്വരത്തിൽ നിരാശ. പോയോ? വൈഗ ഹമ്പരുന്നു. ആ നിലയിൽ കാർത്തിനെ കണ്ടിട്ടും അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയൂടോ? കരഞ്ഞു. എന്നെ തലോടി ഉമ്മ വച്ചു. വാശിയെടുക്കാൻ പാവത്തിനാവില്ലല്ലോ. പക്ഷേ അച്ഛന് വാശിയെടുക്കാൻ പറ്റും. കാർത്തിക്, ഈ താലി കെട്ടിയത് അച്ഛന് പരാജയമായി തോന്നിയിട്ടുണ്ടാവും. എക്സാക്ട്ലി, കാർത്തിക് സമ്മതിച്ചു. ഇങ്ങനെ ഒരു താലി എപ്പോൾ വാങ്ങി? ഞാൻ വീട്ടിൽ നിന്നും വഴക്കിട്ടിറങ്ങിയ അന്ന്. രശ്മി എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരു എതിരാളിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട്. എന്നെങ്കിലും അവളെ ഇങ്ങനെ തോൽപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ കണക്കുകൂട്ടിയിരുന്നു. ഇങ്ങനെയൊരു വിവാഹവും കാൽക്കുലേഷനും ഞാനങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? നെവർ. വൈകിയുടെ ശ്വാസത്തോളം മൊബൈലിലൂടെ അവൻ കേട്ടു. എനിക്കിപ്പോൾ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്, ഒരുപാടുണ്ട്. പോരെ? അവൻ്റെ സ്വരം കൂടുതൽ കാതരമായി. പിന്നെ ഒരാദ്യ രാത്രിക്ക് സ്കോപ്പില്ലായിരുന്നു. കെട്ടു നടന്നത് പാതിരാത്രി കഴിഞ്ഞല്ലേ. പക്ഷേ ഒരാദ്യ പുലർച്ചയ്ക്ക് സ്കോപ്പുണ്ടായിരുന്നു. അതും ഇല്ലാതായില്ലേ? അവളുടെ സ്വരത്തിൽ ശരിക്കും നാണം പുരണ്ടു. ഈ പുലരാങ്കാലത്ത് അവൻ്റെ കൈവിരൽ നീണ്ടുവന്ന്
അവളുടെ കവിളിൽ സിന്ദൂരം തൊട്ട് തടവിയതുപോലെ ചുവന്നുപോയവൾ. ആദ്യമായി അവൾക്ക് തോന്നി അവനോട് സംസാരിച്ച് മതിയാകുന്നില്ലെന്ന്, അവൻ്റെ സമീപത്തേക്ക് ഓടി ഓടി ചെല്ലണമെന്ന്. പക്ഷെ രണ്ടിനും കഴിഞ്ഞില്ല. കോള് കട്ടാക്കി. എന്നിട്ട് അവൾ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നിരുന്ന പൊന്നും നുറുക്ക് കയ്യിലെടുത്തു. അതവൾ അധരത്തോട് ചേർത്ത് വെച്ചു. ഒരു നിർവൃതിയിൽ താൻ അറിയാതെ അലിഞ്ഞു പോവുകയായിരുന്നു അവൾ. രശ്മി സകല പത്രങ്ങളും അരിച്ചു നോക്കി. പാതിര കല്യാണം നടക്കുമ്പോൾ വെളുപ്പാകാറായി. എന്നാലും ടൗൺ എഡിഷനെങ്കിലും അതേക്കുറിച്ചൊരു ന്യൂസ് വരാൻ വേണ്ടി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയപാടെ രശ്മി വേണ്ടതെല്ലാം ചെയ്തിരുന്നു. കൂട്ടിന് സാജനും. ഇരുവർക്കും ചെയ്യാവുന്നതൊക്കെ ചെയ്തു. വൈകിയുടെയും കാർത്തികിൻ്റെയും ചേർത്തുള്ള ഫോട്ടോയും ന്യൂസും വന്നേ തീരൂ. പക്ഷെ പുലർച്ചെ ഇരുവരും മരിച്ചു പെറുക്കിയിട്ടും ഒരു പത്രത്തിലും വന്നിട്ടില്ല. എന്ത് ന്യൂസും മണത്തറിയുന്ന മഞ്ഞപ്പത്രത്തിൽ പോലും. ഗഡ്സില്ലാത്ത നാറികൾ. രശ്മിയെ ഫോണിൽ വിളിച്ച് സാജൻ രോഷം കണ്ടു. ആ മജിസ്ട്രേറ്റ് ചില്ലറക്കാരനല്ല, പറഞ്ഞതുപോലെ ചെയ്തു. മാധ്യമങ്ങളുടെ മുഴുവൻ വായ ഒറ്റക്കയാൾ കെട്ടിക്കളഞ്ഞു. രശ്മി നിരാശയും പരാജയബോധവുമായിരുന്നു അത്. വൈകിയെ നഷ്ടപ്പെട്ടതിൻ്റെ പകയാണ് സാജന്. അതേ പക കാർത്തികിനെ ഇനി കിട്ടില്ലെന്നോർത്തപ്പോൾ രശ്മിക്കുണ്ട്. പക്ഷെ അവരെ ഞാൻ വിടില്ല. സാജൻ രണ്ടിനും സ്വൈര്യം കൊടുക്കില്ല. ജീവിക്കില്ല രണ്ടാളും. രശ്മി രോക്ഷത്തോടെ മുമ്പിൽ കിടന്നിരുന്ന ടീപ്പോയ്മേ ആഞ്ഞടിച്ചു. പക പറഞ്ഞും പ്ലാൻ ചെയ്തും നീ പുറകെ നടന്നു. എല്ലാം ശ്രദ്ധിച്ച് ഹാളിൻ്റെ വാതിക്കൽ നിന്നിരുന്ന രോഹിണി ശാസനയോടെ പറഞ്ഞു. എന്നിട്ടോ അവരിപ്പോൾ ഒന്നായി. ആ വിവാഹം കഴിഞ്ഞു. ഇനിയും മതിയാക്കാറായില്ലേ മോളെ നിനക്ക്? മതിയാക്കാനോ? ഫോൺ കട്ട് ചെയ്ത് രശ്മി അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. രണ്ടും ചാകണം, അതാണെൻ്റെ ലക്ഷ്യം. രോഹിണി നടുങ്ങിപ്പോയി. അത്രയ്ക്ക് ഭീകരമായിരുന്നു അവളുടെ മുഖത്തെ ഭാവം. സാക്ഷാൽ രുദ്ര. നാവ് നീട്ടി രക്തം നക്കിയെടുക്കാൻ കൊതിക്കുന്ന രുദ്ര. ഡോക്ടർ ജയിലിലായിട്ട് നാളെ 14 ദിവസം തികയാണല്ലോ. രാവിലെ സെല്ലിനുള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്ന ഡോക്ടർ സത്യദാസ് മുഖമുയർത്തി. ആ മുഖത്തെ താടി രോമങ്ങൾ വളർന്നിരുന്നു. 5-ാം ബ്ലോക്കിൽ തന്നെ കഴിഞ്ഞ ദിവസം റിമാൻഡിലെത്തിയ റിയാസാണ് ചൊറിച്ചത്. ഡോക്ടറുടെ മുഖത്തൊരു പ്രകാശം മിന്നി. ഉവ്വ്, എൻ്റെ റിമാൻഡ് സമയം തീരുകയാണ്, ഡോക്ടർ പറഞ്ഞു. എവിടെ തീരാൻ? ഭക്ഷണം കഴിക്കുകയായിരുന്ന മറ്റൊരു കുറ്റവാളി പറഞ്ഞു. നാളെ ചെല്ലുമ്പോൾ 14 ദിവസത്തേക്ക് കൂടി മജിസ്ട്രേറ്റ് റിമാൻഡ് നീട്ടും. ജാമ്യത്തിലെടുക്കാൻ കോടതിയിൽ വക്കീലന്മാർ വന്നില്ലെങ്കിലും റിമാൻഡ് നീട്ടുകയുള്ളൂ ഡോക്ടറെ, മറ്റൊരാൾ പറഞ്ഞു. എനിക്ക് വക്കീലുണ്ട്. ജാമ്യാപേക്ഷ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഡോക്ടർ സത്യദാസ് പറഞ്ഞു. അല്ല, ഡോക്ടർക്ക് വക്കീലുണ്ടെങ്കിൽ തന്നെ ഉടനെ എങ്ങനെ ജാമ്യം കിട്ടും? മറ്റൊരുവൻ ചോദിച്ചു. ഡോക്ടർ കൊന്ന മകളുടെ ജഡമല്ലേ ആറ്റിന്ന് കിട്ടിയത്? ജഡം കിട്ടിയ സ്ഥിതിക്ക് കൂടുതൽ തെളിവെടുപ്പിന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് പോലീസ് ആവശ്യപ്പെട്ട അതോടെ ജാമ്യം കട്ടപ്പോക. ഡോക്ടർക്കപ്പോൾ തിരിച്ചിങ്ങോട്ട് പോരാ. ഡോക്ടർ സത്യദാസ് തിരിച്ചു. ഇല്ല സുഹൃത്തുക്കളെ, അദ്ദേഹം പറഞ്ഞു. കുറച്ച് ദിവസം കൊണ്ട് ജയിൽ ജീവിതവും കുറ്റവാളികളോടുള്ള സഹവാസവും രണ്ടും ഏതാണ്ട് പൊരുത്തപ്പെട്ടു തുടങ്ങിയിരുന്നു. ഡോക്ടർ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം തുടർന്നു. ഞാൻ തിരിച്ചു വരില്ല, പോലീസ് കസ്റ്റഡിയിലും പോവില്ല. എനിക്ക് ജാമ്യം കിട്ടും, 100% ഉറപ്പുണ്ട്. അതെന്താ ഡോക്ടർക്ക് അത്രയ്ക്ക് ഉറപ്പ്? എനിക്ക് വേണ്ടി കോർട്ടിൽ ഹാജരാവുന്നത് അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാരാണ്. അതുതന്നെയാണ് ഉറപ്പ്, ഡോക്ടർ പറഞ്ഞു. അത് ശരിയാണ്, തഴക്കവും പഴക്കമുള്ള കുറ്റവാളിയായ രാജേന്ദ്രൻ പറഞ്ഞു. നമ്പ്യാർ സാറ് കൈവച്ച ഒരു കേസും മടങ്ങി വന്നിട്ടില്ല. ബെസ്റ്റ് ഓഫ് ലക്ക് ഡോക്ടറെ. ഡോക്ടർ പിന്നെ ആ ചർച്ചയിൽ പങ്കെടുത്തില്ല. അവർ പറയുന്നത് കേട്ടില്ല. പുറം ലോകം കാണണം, പുറത്തെ വെളിച്ചം കിട്ടണം, സ്വതന്ത്രമായി ശ്വസിക്കണം, അമ്പാടിയിലേക്ക് ഓടി ഓടി ചെല്ലണം. നാളെ പുലരാനായി. ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും അയാൾ തള്ളിവിട്ടു, യുഗങ്ങളുടെ ദൈർഘ്യത്തോടെ. ഉച്ച കഴിഞ്ഞ് 5 മണിയോടെ അടുത്ത് SP വിൽസൺ തോമസ് വൈഖിയെ വിളിച്ചത്. വെളുപ്പിന് പറഞ്ഞ മീറ്റിംഗ് അർജൻറ്റാണ്. ഞാൻ DGPയെ നേരിട്ട് ചെന്ന് കണ്ടു. കാര്യം അത്രമേൽ സീക്രട്ടായിരിക്കാൻ വേണ്ടി, SP പറഞ്ഞു. ക്യാബിനിൽ അവരെ ഇരുവരെയും കൂടാതെ CI ഗോപൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറയുന്നത് വൈഖിയെ വേദനിപ്പിക്കും. എങ്കിലും ഞങ്ങളുടെ ഡിസിഷൻ തന്നെ അറിയിക്കുകയെ താനത് അനുസരിച്ചേ പറ്റൂ. സർ, ഇത് DGPയുടെ ഓർഡർ തന്നെയാണ്. മുഖപൂരം നീളുന്നത് കൊണ്ട് തന്നെ പറയുന്നത് എന്തായാലും അത്രമേൽ പ്രാധാന്യമർഹിക്കുന്നു എന്ന് വൈഖിക്ക് മനസ്സിലായി. സർ പറഞ്ഞോളൂ, അതെന്ത് തന്നെയായാലും എത്രമേൽ വേദനിപ്പിക്കുന്നതായാലും ഈ വൈഗ പൂർണ്ണമായും അനുസരിച്ചിരിക്കും. ഗുഡ്, SP പറഞ്ഞു. എന്നിട്ട് CA നോക്കി കണ്ണുകൾ കൊണ്ട് ഇരുവരും തമ്മിലൊരു സംജ്ഞ. മിത്ര ജീവനോടെ ഇല്ല, മരിച്ചു. പുഴയിൽ നിന്നും കിട്ടിയത് മിത്രയുടെ ബോഡി തന്നെയാണ്, SP പറഞ്ഞു.
സർ, വൈകോ നന്ദാളിച്ചു. മാഡം, നമ്മൾ ഒഴിച്ചുള്ളവർ അറിയേണ്ട സത്യം അത് തന്നെയാണ്, ഗോപകുമാർ പറഞ്ഞു. വൈകിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ വക്കീലിനോ വൈകിക്കോ അജ്ഞാത ഭീഷണിയില്ല. ഓർക്കാപ്പുറത്തുള്ള ആക്രമണമില്ല. എല്ലാം ശാന്തം. മിത്ര കൊല്ലപ്പെട്ടു, കൊന്നത് അച്ഛൻ സത്യദാസ്. ദയ കൊല്ലപ്പെട്ടു, കൊന്നത് അഖിൽ പ്രതാപൻ. സത്യദാസ് റിമാൻഡിൽ, അഖിൽ അറസ്റ്റിൽ. ഇതാണ് ഇപ്പോഴുള്ളതിൻ്റെ യഥാർത്ഥ ചിത്രം. SP തുടർന്നു. ഈ ചിത്രം ഇങ്ങനെ തന്നെ തുടർന്നാലേ കൊലയാളികളെ നമുക്ക് വലയിൽ വീഴ്ത്താനാവും. സർ, സോ വൈകിയുടെ ഇനിയുള്ള മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരണോ? വേണ്ട, ഐ നോ സർ. ദെൻ ഓക്കെ. മീറ്റിംഗ് അവസാനിച്ചു. പുറത്തേക്കിറങ്ങുമ്പോൾ വൈക വല്ലാതെ അമ്പരുന്നു. മിത്ര ജീവനോടെയുണ്ടെന്നും അമ്മയോടും അച്ഛമ്മയോടും പറയാതെ ഇനി എങ്ങനെ അവരുടെ മുഖത്ത് തന്നിക്ക് നോക്കാനാവും? പിറ്റേന്ന് രാവിലെ കുളി കഴിഞ്ഞ് വൈക താഴെ ഹാളിലെ ദൈവങ്ങൾക്ക് മുമ്പിൽ നിന്നും പ്രാർത്ഥിക്കുമ്പോൾ കണ്ടു ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ ഫോട്ടോയ്ക്ക് മുമ്പിലിരിക്കുന്ന ചെറിയ കുങ്കുമച്ചെപ്പ്. താലി സംരക്ഷണത്തിനായി അമ്മ എന്നും ആ ചെപ്പിൽ നിന്നും കുങ്കുമം തൊട്ട് താലിയിൽ ചാർത്താറുള്ളത് അവൾ ഓർത്തു. തൻ്റെ കഴുത്തിൽ താലിക്ക് വേണ്ട സംരക്ഷണം. വൈക ആ കുങ്കുമച്ചെപ്പ് തുറന്നു. അതിൽ നിന്നും ഒരു നുള്ളെടുത്ത് തൻ്റെ മംഗല്യത്താലിയിൽ തൊട്ടു. കെട്ടിയ പുരുഷൻ്റെ ദീർഘായുസിനായി പ്രാർത്ഥിച്ചു. കൺമുമ്പിൽ കാലിന് പരിക്കേറ്റ് വേദനയോടെ ഒറ്റയ്ക്ക് കഴിയുന്ന കാർത്തികിൻ്റെ രൂപം ഉള്ളെന്ന് പടഞ്ഞു. തിരിയുമ്പോൾ തൊട്ടു മുമ്പിൽ നിൽക്കുന്നു ദേവിക. മിത്രയുടെ കാര്യം പറയാതെ പെറ്റമ്മയുടെ മുഖത്ത് നോക്കാൻ വൈകിയെന്ന് മടിച്ചു. നിനക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഇന്ന് നിൻ്റെ അച്ഛൻ്റെ റിമാൻഡ് തീർന്നു, കോടതിയിൽ ഹാജരാക്കും. ദേവികയുടെ മുഖം വീർത്തു തന്നെയായിരുന്നു. മുന വെച്ചാണ് സംസാരം. അമ്മ തന്നോട് ക്ഷമിച്ചിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, അവൾ പറഞ്ഞു. ഇന്ന് ജാമ്യം കിട്ടി പുറത്തു വരുമെന്ന് വക്കീലും പറഞ്ഞിട്ടുണ്ട്. ദേവിക പറഞ്ഞു. ഞാനങ്ങോട്ട് പോകുക, സത്യേട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ. അമ്മയുടെ മുഖത്തെ സങ്കടത്തി അവൾ കണ്ടു. കഴുത്തിലെ താലി കെട്ടിയവൻ്റെ വേദന. ആ താലി വീണു കിടക്കുന്നവരുടെ നെഞ്ചിനുള്ളിൽ നീറ്റിലാകുമെന്ന് താനിപ്പോൾ തിരിച്ചറിയുന്നു. അമ്മ റെഡിയായിക്കോ, നമുക്കൊരുമിച്ച് പോകാം, അവൾ പറഞ്ഞു. ദേവിക വേഗം തൻ്റെ മുറിക്കുള്ളിലേക്ക് കയറി. വൈകിയുടെ മൊബൈൽ അപ്പോഴാണ് റിങ് ചെയ്തത്. അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാർ കോളിങ്. ഹലോ വക്കീലെ. വൈക കോൾ അറ്റൻഡ് ചെയ്തു. അച്ഛനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമല്ലേ? ഞാനങ്ങോട്ട് വിളിക്കാനൊരുങ്ങിയായിരുന്നു. അതെ മാഡം. എന്തു വന്നാലും ഡോക്ടർക്ക് ഇന്ന് ജാമ്യം അത് വാങ്ങിച്ചെടുത്തിരിക്കും, രാജീവ് നമ്പ്യാർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അത് വേണ്ട വക്കീലെ. പെട്ടെന്ന് ശബ്ദം കുറിച്ച് വൈക പറഞ്ഞു. വേണ്ടെന്നോ? മനസ്സിലായില്ല. രാജീവ് നമ്പ്യാർ അമ്പരുന്നു. റിമാൻഡ് തീർന്ന് കോടതിയിലേക്ക് വരുന്ന അച്ഛൻ തിരികെ ജയിലിലേക്ക് തന്നെ പോകണം. മാഡം, ഇതെന്താണ് ഈ പറയുന്നത്? അച്ഛന് ജാമ്യം വേണ്ടെന്നോ? അവളുടെ ശബ്ദം കനത്തു. വേണ്ടാന്നോ? എന്തു വന്നാലും ഇത്തവണ ജാമ്യം കിട്ടണമെന്ന് മാഡം തന്നെയല്ലേ പറഞ്ഞത്? അതെ. പിന്നെ ഇപ്പോഴും തോറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് വീട്ടിലെത്താവുന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർ. തൽക്കാലം അച്ഛനെ ഈ വീട്ടിലേക്ക് വരണ്ട, അതാണ് നല്ലത്. തെളിച്ചു പറയും മാഡം, അച്ഛന് ജാമ്യം കിട്ടരുത്. മാഡം കാര്യം പറഞ്ഞില്ല. രാജീവിൻ്റെ സ്വരം കെടുത്തു. വക്കീൽ കാര്യം അന്വേഷിക്കണ്ട, കർക്കശമായി പറഞ്ഞിട്ട് മുഖമുയർത്തിയ വൈക പാറ പോലെ ഉറഞ്ഞുപോയി. പൊട്ടിത്തെറിക്കാറായ അഗ്നിപർവ്വതങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന രണ്ടുപേര്, അമ്മ, അച്ഛമ്മ. അധ്യായം 7. മോളെ. നിറഞ്ഞു വന്ന മിഴിനീർ തുടയ്ക്കാതെ ഇടറിപ്പൊട്ടുന്ന സ്വരത്തിൽ ഈശ്വരിയാണ് ആദ്യം വിളിച്ചത്. ചോദിച്ചരും അവർ തന്നെ. എന്താ മോളെ? എന്തിനാ നീ അവനെ ഇത്രയേറെ ദ്രോഹിക്കുന്നേ? അവൻ നിൻ്റെ അച്ഛനല്ലേ? വൈക മിണ്ടാതെ നിന്നു. അവനൊരു കയ്യബദ്ധം പറ്റി. നിൻ്റെ അനിയത്തി മരിച്ചു. ശരിയാണ്, എന്നാലും മരിച്ചു പോയത് അവൻ്റെ മകളല്ലേ? അച്ഛമ്മ അത് വൈക പറയാൻ ശ്രമിച്ചു. നിങ്ങളെ 3 മക്കളെയും ജീവൻ്റെ ജീവനായി അവൻ സ്നേഹിച്ചിരുന്നില്ലേ? കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചിരുന്നില്ലേ? 100 കുറ്റം ചെയ്തവർക്ക് ജാമ്യത്തിന് അവകാശമുണ്ട്. അതുപോലും നിഷേധിക്കാൻ മാത്രം നിന്നോടവൻ ഇത്രയേറെ ദ്രോഹം ചെയ്തോ? ചെയ്ത മോളെ, ചെയ്ത പറ. ഈശ്വരി നെഞ്ചിൽ തല്ലി കരഞ്ഞുപോയി. അച്ഛന്മാരുതേ. വൈക ആ കൈത്തണ്ടയിൽ പിടിക്കാൻ ശ്രമിച്ചു. തൊട്ടുപോകരുത്. നെഞ്ചിൽ കെട്ടിയ സർവ്വരോക്ഷവും തികട്ടിയെത്തിയതുപോലെ ദേവിക ഉറക്കെ പറഞ്ഞു. മാറി നില്ലടി. ദേവിക അവളെ പിന്നേക്കം തള്ളിമാറ്റി. ഇതെൻ്റെ സത്യേട്ടൻ്റെ അമ്മയാണ്. ഈശ്വരിയെ പൊതിഞ്ഞു പിടിച്ച് ദേവിക ശക്തമായ കിതപ്പോടെ വിരൽ ചൂണ്ടി. ഈ അമ്മയുടെ മകൻ നിനക്ക് ആരുമല്ല. പന്ത് പോലെ തട്ടിക്കളിക്കാം. പക്ഷേ എനിക്ക് ആ മനുഷ്യനാണല്ല. നീ ഉൾപ്പെടെ 3 മക്കളും ഇല്ലാതായാലും ഞാൻ ആ മനുഷ്യനെ തള്ളിപ്പറയില്ല. ആ മനുഷ്യൻ എനിക്ക് ദൈവമാണ്. ആ ദൈവത്തിനെതിരെ ആര് ശബ്ദിച്ചാലും എനിക്കവൻ ശത്രു തന്നെയാണ്.
വൈകിക്ക് കരയാഞ്ഞിട്ട് കണ്ണു പുകഞ്ഞു. താൻ അമ്മയ്ക്ക് ശത്രുവാണെന്ന്. ആരാടി നിനക്ക് പറഞ്ഞു തന്നത് ആ മനുഷ്യന് ജാമ്യം കിട്ടരുതെന്ന്? നിന്റെ എഞ്ചിനീയർ ഭർത്താവോ, അതോ അവൻ്റെ അച്ഛൻ ആ മജിസ്ട്രേറ്റ് മഹാരാജാവോ? അവരൊന്നും പറഞ്ഞില്ലമ്മേ. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതിൽ നാണക്കേട് നിനക്കാണല്ലോ. വലിയ പോലീസ് ഓഫീസറായപ്പോൾ അച്ഛൻ കുറ്റവാളിയായി വരുന്നത് അപമാനം അല്ലടി. എൻ്റെ മോൻ എത്ര വലിയ കുറ്റക്കാരനായാലും അവനിവിടെ താമസിക്കും. ഈശ്വര ഇടയ്ക്ക് കയറി. ഇതവൻ്റെ വീടാ. അപമാനമുള്ളവർക്ക് ഇറങ്ങിപ്പോകാം. അവർക്ക് ക്ഷോഭം വന്നിരുന്നു. ഇങ്ങനെയൊന്നും പറയില്ല അച്ഛമ്മേ. വൈകിക്ക് നെഞ്ചിൽ സങ്കടം തിങ്ങി. അമ്മേ, ദേവിക ഈശ്വരയുടെ കൈ പിടിച്ച് പുറത്തേക്ക് വലിച്ചു. വാ അമ്മേ, ഇവളെന്ത് പറഞ്ഞാലും ഞാൻ ആ മനുഷ്യനിൽ നിന്ന് ജാമ്യം വാങ്ങും. വക്കീലിൻ്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടായാലും അദ്ദേഹത്തെ കൊണ്ടേ ഞാൻ തിരിച്ചു വരും. വല്ലാതെ പ്രക്ഷോഭിതയായതുപോലെ അമിതമായ കോപത്തോടെ ഈശ്വരയെയും കുട്ടി ദേവിക മുറ്റത്തേക്ക് പാഞ്ഞിറങ്ങി. പിന്നാലെ വൈകിയും ഓടിച്ചെന്ന് തൻ്റെ കാറിറക്കി. അമ്മ കയറിക്കോ, അച്ഛമ്മേ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, ആൾ പറഞ്ഞു. ഈശ്വരയും കുട്ടി, വേണ്ട, നിൻ്റെ കൂടെ ഞങ്ങൾ വരുന്നില്ല. നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഒട്ടും അലിവില്ലാതെ ദേവിക പറഞ്ഞു. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോയിക്കോളാം. അവരിരുവരും ഗേറ്റിന് പുറത്തേക്ക് നീങ്ങി. ഉള്ളാകെ വരഞ്ഞു കീറി മുളക് വാരി പൊത്തിയ നീറ്റിലോടെ വൈകാതെ നോക്കി മുറ്റത്തു നിന്നു. എന്നാ ഇയാൾ വന്നത്? ഷേവിംഗ് ക്രീം പതപ്പിച്ച് ഡോക്ടർ സത്യദാസിൻ്റെ മുഖത്താകെ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് ബാർബർ പ്രസന്നൻ ചോദിച്ചു. ജയില് ബാർബറാണ് അയാൾ. 50 കഴിഞ്ഞ ഇരുനിറക്കാരൻ. റിമാൻഡ് കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുന്ന പ്രതി ഷേവ് ചെയ്ത് കുളിച്ച് വൃത്തിയായിട്ട് വേണം കോടതിയിലെത്താൻ. അതുകൊണ്ട് അയാൾ വിധേയനായി ഇരുന്നു. ഡോക്ടർ പറഞ്ഞു, 2 ആഴ്ചയായി. അപ്പോൾ റിമാൻഡ് തീർന്ന് കോടതിയിൽ ഹാജരാകുവാണല്ലേ? നല്ല കഴിവുള്ള വക്കീലിനെ വെച്ചോ, എന്നാലേ ജാമ്യം കിട്ടും. കഴിവുള്ള വക്കീൽ തന്നെയാണ്, എനിക്ക് ജാമ്യം കിട്ടും, അതുറപ്പാ. ഇനി ഞാൻ ഈ ജയിലിലേക്കില്ല, ആത്മവിശ്വാസത്തോടെ ഡോക്ടർ പറഞ്ഞു. ആട്ടെ, എന്നതാ കേസ്? കൊലക്കേസ്. ഓ, കൊലക്കേസാണല്ലേ? അപ്പോൾ ജീവപര്യന്തം ശിക്ഷ? ജീവപര്യന്തം. ഡോക്ടറുടെ നെഞ്ചിടിച്ചു. കൊന്നാലും തിന്നാലും ഇപ്പോൾ തൂക്കിക്കൊല പതിവില്ലടോ. തൻ്റെ പരിജ്ഞാനം വെളിപ്പെടുത്തിക്കൊണ്ട് പ്രസംഗം തുടർന്നു. ഈ തൂക്കിക്കൊല വലിയ പൊല്ലാപ്പ. വിധി ഹൈക്കോടതി ശരിവെക്കണം, അപ്പീലിന് പോയാൽ പിന്നെ സുപ്രീം കോടതി വിധിക്കണം. ഒക്കെ കഴിഞ്ഞ് പ്രസിഡൻറ്റിന് ദയാഹർജി കൊടുത്താലേ അതിൻ്റെ തീരുമാനം അറിയണം. എല്ലാം കൂടെ 3-4 വർഷം പോകും. അത്രയും നാൾ തടവിൽ കിടക്കുകയും വേണം. പ്രസിഡന്റ് കഴിഞ്ഞില്ലെങ്കിൽ തൂക്കിക്കൊല്ലുകയും ചെയ്യും. ശിക്ഷ ഇരട്ടയായോ ജീവപര്യന്തമായോ വിധിക്കും മുമ്പ് ശിക്ഷ തുടങ്ങാമല്ലോ. 4-5 വർഷം നല്ല പിള്ളയായി അകത്തു നിന്ന പിന്നെ വേഗം പുറത്തേക്ക് വരാം. പ്രസന്നൻ പറഞ്ഞു തീർന്നതോടെ പണി തീർന്നു. ഡോക്ടറുടെ തോളിൽ പൊതിച്ചിരുന്ന ടവൽ അഴിച്ചെടുത്ത് ശക്തമായി കുടഞ്ഞു. സത്യദാസ് കുളി കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്യുമ്പോഴേക്കും വാർഡൻ ജോർജ് വന്ന് സെല്ല് തുറന്നു. ഡോക്ടറെ, വണ്ടി വന്നു, ഞാൻ റെഡിയാ സാറേ പറഞ്ഞിട്ട് കൂടെ സെല്ലിലുള്ള മറ്റു തടവുകാരെയും ഒന്ന് നോക്കുകയോ യാത്ര പറയുകയോ ചെയ്യാതെ ഡോക്ടർ വേഗം ഇറങ്ങി. വണ്ടിക്കരികിലേക്ക് നടക്കുമ്പോൾ ജോർജ് ചോദിച്ചു, ഡോക്ടർക്ക് ഇന്ന് ജാമ്യം കിട്ടുമോ? കിട്ടും സാർ. സത്യദാസിന് ഉറപ്പായിരുന്നു കിട്ടാതിരിക്കില്ല. വക്കീലെ രാജീവ് നമ്പ്യാരായതുകൊണ്ട് ചവിട്ടിപ്പിടിച്ചു നിന്ന് ഏത് കൊലകമ്പൻ മജിസ്ട്രേറ്റിനോടും ജാമ്യം മേടിക്കും. അത് 3 തരം, ജോർജ് പറഞ്ഞു. ഇനി ഞാൻ ഇങ്ങോട്ടില്ല സാർ, സത്യദാസ് പ്രസരിപ്പോടെ നീങ്ങിക്കൊണ്ട് പറഞ്ഞു. ചെന്നിട്ട് എനിക്കെൻ്റെ മോളുടെ വിവാഹം നടത്തണം. അവളുടെ ഭാവി സുരക്ഷിതമായ മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല. ജോർജിനോട് യാത്ര പറഞ്ഞ് ജീപ്പിലേക്ക് അയാൾ കയറി. ജീപ്പ് ഗേറ്റ് കടന്നു പോകുമ്പോൾ ഒരിക്കൽ പോലും അയാൾ തിരിഞ്ഞു നോക്കിയില്ല. ഈ വളപ്പ് ഇനി ഓർമ്മയിൽ പോലും ഉണ്ടാകരുത്. ഇതിനുള്ളിലേക്ക് ഒരു മുഖവും. സങ്കടവും ശാപവും ദുരന്തവുമൊക്കെ ഇതിനുള്ളിൽ കിടക്കട്ടെ. കൂടെ കൂട്ടാൻ വയ്യ, എല്ലാറ്റിനോടും വിടാം. സമയം 11. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്കുള്ളിലേക്ക് മജിസ്ട്രേറ്റ് മോഹൻ തമ്പി കയറിയിരുന്നു. റിമാൻഡിൽ ജയിലിലടയ്ക്കപ്പെട്ട സത്യദാസിൻ്റെ കേസ് വിളിച്ചു. തെളിഞ്ഞ മുഖത്തോടെ സത്യദാസ് പ്രതിക്കൂട്ടിലേക്ക് കയറി നിന്നു. പ്രതീക്ഷാനിർഭരമായ അയാളുടെ ഹൃദയം വീടൊന്നെത്തിക്കിട്ടാൻ ആർത്തിരമ്പുകയാണ് ആ മനസ്സ്. പബ്ലിക് പ്രോസിക്യൂട്ടർ അലക്സ് തോമസ് സത്യദാസിനെ ഒന്ന് നോക്കി. എന്നിട്ട് മജിസ്ട്രേറ്റിന് നേർക്ക് തിരിഞ്ഞു. യുവർ ഓണർ, കഴിഞ്ഞ സിറ്റിങ്ങിൽ പ്രതിഭാവം വക്കീൽ ശക്തമായി ഉന്നയിച്ച ഒരു പോയിന്റ്, കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന മിത്ര എന്ന പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്നായിരുന്നു വാദം. പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്ന സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ പ്രതി കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീർച്ചയാക്കാനായില്ല എന്ന വാദമായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ ശക്തമായ സ്വരത്തിൽ തുടർന്നു. എന്നാൽ കൊല ചെയ്യപ്പെട്ട മിത്രയുടെ ജഡം
4 ദിവസം മുമ്പ് അഴുകിയ നിലയിൽ പുഴയിൽ നിന്നും കിട്ടിയതായി പോലീസ് പറയുന്നു. മാത്രമല്ല ബോഡി കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള കേസന്വേഷണവും തെളിവെടുപ്പും പൂർത്തിയായിട്ടില്ല. അക്കാര്യങ്ങൾക്കായി കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കേണ്ടതിനുള്ള പ്രതിക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ലാത്തതാണെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പബ്ലിക് പ്രോസിക്യൂട്ടർ അലക്സ് തോമസ് പറഞ്ഞു നിർത്തി തൻ്റെ സീറ്റിലേക്കിരുന്നു. വല്ലാത്തൊരു അങ്കലാപ്പായിരുന്നു സത്യദാസിന്. എന്താണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത്? തനിക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ലെന്ന്. എവിടെ അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാർ? വെപ്രാളത്തോടെ സത്യദാസ് കോടതിക്കുള്ളിലേക്ക് നോക്കി. മുമ്പിൽ കിടക്കുന്ന ഡെസ്കുകൾക്ക് പിന്നിലായി അഭിഭാഷകർ നിരനിരയായി ഇരിക്കുന്നു. അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാർ മാത്രമില്ല. ആ മുഖമില്ല, വാദമില്ല. കറുത്ത ഗൗണിട്ട ഏതോ ഒരു പെൺകുട്ടി എഴുന്നേൽക്കുന്നു. എന്തോ പറയുന്നു. സത്യദാസ് അത് കേട്ടില്ല. കേൾവി അത് കേട്ടില്ല. സ്ഥലകാല ബോധം നഷ്ടമാവുന്നു. 2 കോൺസ്റ്റബിൾമാർ അകത്തേക്ക് കയറിവന്ന് സത്യദാസിനെ പിടിച്ച പ്രതിക്കൂട്ടിൽ നിന്നും ഇറക്കി വരാന്തയിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നും മുറ്റത്തേക്ക് വേണ്ടി. തനിക്ക് വേണ്ടി ഒരു നല്ല വക്കീലിനെ വെക്കാൻ ആരുമില്ലായിരുന്നോടോ? കോൺസ്റ്റബിൾ സഹതാപത്തോട് ചോദിച്ചു. കേട്ടിട്ട് പഴക്കമില്ലാത്ത ജൂനിയർ വക്കീലന്മാരെ വെച്ചാൽ ഇങ്ങനെയാണ്. അകത്തോട്ട് തന്നെ പോകും. സത്യദാസിൻ്റെ തലച്ചോറിനുള്ളിൽ പുകച്ചിൽ മാത്രമായിരുന്നു. മോനെ, വിദൂരതയിൽ നിന്നവണ്ണം ഒരു വിളി അയാൾ കേട്ടു. തലയ്ക്കുള്ളിൽ തീനാളങ്ങൾ വകഞ്ഞു മാറ്റി ഒരു കുഞ്ഞരുവി പോലെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കുത്തിയൊലിച്ചു വീണു ആ ശബ്ദം. വരാന്തയിലെ തൂണിൽ ചാരി മുറ്റത്തു നിൽക്കുന്ന അമ്മ. അയാൾ കണ്ടു. അമ്മയെ കെട്ടിപ്പിടിച്ച ഒരാൾ കൂടി, ദേവിക. സത്യദാസ് അവർക്കരികിൽ ചെന്നു. ചതിച്ചതാ മോനെ നിന്നെ. ഈശ്വരി വിമ്മി പൊട്ടി. ആരാമ എന്നെ ചതിച്ചത്? അടച്ചുകെട്ടിയ കലത്തിൻ്റെ വക്കിൽ തട്ടിയതുപോലെ പതറിയിരുന്നു ആ സ്വരം. വൈക, നിന്റെ മകളു തന്നെ, ഈശ്വരി പറഞ്ഞു. അവൾ ആ വക്കീലിനെ വിളിച്ച് പറഞ്ഞത് നിനക്ക് ജാമ്യം വേണ്ടെന്ന്, ജയിലിലേക്ക് തന്നെ തിരിച്ചു പൊട്ടേന്ന്. ഞാനും ദേവിയും കേട്ടതാടോ അവൾ പറയുന്നത്? നെഞ്ചിനെ കുറുകെ വടിവാളിന് വെട്ടി മുറിച്ചതുപോലെ സത്യദാസ് നിന്നു. തനിക്ക് ജാമ്യം നിഷേധിച്ചത് തൻ്റെ മകളാണെന്ന്. താൻ ഇത്രയ്ക്കും വലിയ തെറ്റ് അവളോട് ചെയ്താമേ? അയാൾ ചോദിച്ചുപോയി. തെറ്റ് ചെയ്തത് നമ്മളാ സത്യേട്ടാ. ദേവിക കരഞ്ഞു. അവൾക്ക് ജന്മം കൊടുത്തില്ലേ? ജന്മം കൊടുത്ത് നമ്മൾ അവളെ പൊന്നുപോലെ വളർത്തിയില്ലേ? അയാൾ വേദനയോടെ ചോദിച്ചു. പക്ഷേ നമ്മൾ അവൾക്കിപ്പോൾ ആരുമല്ല സത്യേട്ടാ. ആയിരുന്നെങ്കിൽ നമ്മളും അറിയാതെ കഴിഞ്ഞ രാത്രിയിൽ അവളുടെ കല്യാണം നടക്കുമോ? എന്താ പറഞ്ഞത്? വൈകിയുടെ കല്യാണം കഴിഞ്ഞു? സത്യദാസ് കണ്ണുമിഴിച്ചു. അതെ, ആ എഞ്ചിനീയർ അവളുടെ കഴുത്തിലൊരു താലിച്ചരട് കെട്ടിയിട്ടുണ്ട്. അത്ര തന്നെ. ആ കാർത്തികോ? അതെ. പിന്നെന്തിനാണ് കല്യാണം രാത്രിയിൽ നടത്തിയത്? അത് ദേവികൊന്ന് മടിച്ചു. പറയ്, എനിക്കറിയണം. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ദേവിക ആ പാതിരാ കല്യാണക്കഥ വിവരിച്ചു. സത്യദാസ് വിളറി വേർത്തു നിന്നു. വൈക അങ്ങനെയൊക്കെ ചെയ്തോ? അയാൾ അവിശ്വസനീയതയോടെ ചോദിച്ചു. അവളിപ്പോൾ പഴയ ആളല്ല സത്യേട്ട, മാറ്റമുണ്ട്. ഇപ്പോൾ അവൾക്കും അവനും അവൻ്റെ വീട്ടുകാർക്കും സത്യേട്ടൻ അപമാനമായി. അതാണ് പുറത്തു വരാതിരിക്കാൻ ജാമ്യം തടഞ്ഞത്. ജീവച്ചവം പോലെ സത്യദാസ് നെഞ്ചിൽ കൈവച്ച് മെല്ലെ പിറുവിറുത്തു. എൻ്റെ മോൾ, അവളെ ഇനി ശേഷിച്ചിട്ടുള്ളൂ. കൈക്കൂലിക്കേസിൽ അവൾ പെട്ടപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. സാധന ഇഷ്ടമില്ലെങ്കിൽ കാർത്തികമായി തന്നെ അവളുടെ വിവാഹം നടത്തണം. അവളുടെ ഭാവി ഭദ്രമാക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജാമ്യം ആഗ്രഹിച്ചത്. നീ വിഷമിക്കണ്ട മോനെ. വക്കീലിനെ ഞങ്ങളൊന്ന് കാണുന്നുണ്ട്. ജാമ്യത്തിന് ഇനിയും ശ്രമിക്കാമല്ലോ. ഈശ്വരി അലിവോടെ പറഞ്ഞു. വേണ്ട അമ്മേ, എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞു. ഇനി എനിക്ക് സ്വപ്നമില്ല. സ്വസ്ഥം വാദവും വേണ്ട. എനിക്ക് ജാമ്യവും വേണ്ട. ആർക്കും അപമാനമായി ഞാൻ പുറത്തേക്കില്ല. സത്യേട്ടാ, അങ്ങനെ പറയില്ലേ, ദേവിക വെപ്രാളത്തോടെ പറഞ്ഞു. അമ്പാടി കുടുംബത്തിൽ സത്യദാസ് ഒരധികപ്പറ്റായി. ഇനി എനിക്ക് ജാമ്യം വേണ്ട. ഒരിക്കലും. പറഞ്ഞത് മനസ്സിലായോ? സത്യദാസ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. പിന്നെ ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ അയാൾ കോൺസ്റ്റബിൾമാരുടെ അടുത്തേക്ക് ചെന്നു. അതുവരെ കയ്യിൽ ഊരിപ്പിടിച്ചിരുന്ന വിലങ്ങ് അവർ സത്യദാസിൻ്റെ കൈകളിൽ വീണ്ടും ഇട്ടു. അയാൾ പോലീസ് ജീപ്പിനുള്ളിലേക്ക് കയറിയിരുന്നു. ആ ജീപ്പ് നീങ്ങിയകന്നു. എൻ്റെ ഈശ്വര, ഇനി ഞാൻ എന്നതാ ചെയ്യണ്ടേ? എനിക്കിനി ജീവിക്കണ്ട, ചത്താ മതി. ദേവിക വരാന്തയിലെ തൂണിന്മേൽ തലയടിച്ചു. മോളെ, ഈശ്വരി ദേവികയെ കടന്നു പിടിച്ചു. പുറകോട്ട് വലിച്ചു മിറ്റി. നീ ചത്താപ്പന്നെ ഈ കിഴവി ആർക്കു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ചാകാൻ നീ തീരുമാനിച്ചാൽ ഒറ്റയ്ക്ക് പോവല്ലേ?
എന്നെയും കൂടി കൊണ്ടുപോണേ. അവർ പൊട്ടിക്കരഞ്ഞു. അതോടെ നിയന്ത്രണം വിട്ട ദേവിക അമ്മയെ കെട്ടിപ്പിടിച്ച് കൂടെ കരഞ്ഞു. കുറച്ചകലെ തൻ്റെ കാറിലിരുന്ന് വൈഗ കണ്ടു രംഗങ്ങളത്രയും. വീട്ടിലേക്ക് വരാൻ ആവേശപ്പെട്ടു വന്ന അച്ഛൻ ജീവച്ചവം പോലെ തിരികെ ജയിലിലേക്ക് തന്നെ പോകുന്നു. ക്ഷമിക്കണേ അച്ചായ മകളോട്, അവൾ കേണു. അമ്മയെയും അച്ഛമ്മയും ഓടിച്ചൊന്ന് നെഞ്ചിലണച്ച് ആശ്വസിപ്പിക്കണമെന്ന് തോന്നി. പക്ഷെ അവൾ വേഗം വണ്ടി വിട്ടു അമ്പാടിയിലേക്ക്. കാർ ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ ഒരു കറുത്ത ഫോർഡ് ഐക്കൺ വൈഗയ്ക്ക് ആളെ പിടികിട്ടി. അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാർ. വൈഗ കാർ നിർത്തിയിറങ്ങുമ്പോൾ മേരി വന്നു മുൻവാതിൽ തുറന്നു. ആ സാറിനോട് ഞാൻ പറഞ്ഞതാ ഇങ്ങോട്ട് കയറിയിരിക്കാന്ന്. മാഡം വരട്ടേന്ന് പറഞ്ഞു പുറത്ത് തന്നെ നിൽക്കുക. മേരി അകത്തേക്ക് കയറിയപ്പോൾ വൈഗ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. രാജീവ് കാറിൻ്റെ വിൻഡോസ് ഗ്ലാസ് താഴ്ത്തി. വക്കീൽ വരൂ, അകത്തിരിക്കാം. അവൾ ക്ഷണിച്ചു. വേണ്ട, രാജീവിൻ്റെ ശബ്ദം കനത്തു. ഡോർ തുറന്ന് ഇറങ്ങിയില്ല. ഒരു കാര്യം ചോദിക്കാൻ വന്നതാ നേരിട്ട്. വൈഗയ്ക്ക് മനസ്സിലായി ചോദ്യം എന്താണെന്ന്. കോടതിയിലേക്ക് എൻ്റെ ജൂനിയറെ വിട്ടു. കാര്യമില്ലെന്ന് അറിഞ്ഞതുകൊണ്ട്. ഞാൻ ഹാജരായാൽ എൻ്റെ കക്ഷിക്ക് ജാമ്യം കിട്ടിയിരിക്കും, അതെനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് എൻ്റെ പ്രൊഫഷണലിൽ ഞാൻ ആദ്യമായൊരു കക്ഷിയെ ചതിച്ചു മേഡം പറഞ്ഞിട്ട്. രാജീവ് തുടർന്നു. മേഡം അങ്ങനെ വെറുതെ പറയില്ലെന്ന് എനിക്ക് തീർച്ചയുണ്ട്, അതാണ് അനുസരിച്ചത്. പക്ഷേ എനിക്കറിയണം എന്തിനു വേണ്ടിയായിരുന്നെന്ന്. രാജീവിൻ്റെ സ്വരം കർക്കശമായി. പറയണം മേഡം, എന്തിനു വേണ്ടി? അതിനുത്തരം തരാൻ പറ്റില്ല വക്കീലെ. വൈകിയുടെ സ്വരവും സൗമ്യവും ശാന്തമായിരുന്നു. പക്ഷേ ഇതെൻ്റെ ആവശ്യമല്ലെന്ന് വക്കീൽ അറിയണം. എസ് പിയുടെ നിർദ്ദേശമാണ്. എസ് പി? യെസ്. ദയയുടെ കൊലയാളെ പിടികൂടുന്നതുവരെ അച്ഛൻ പുറത്തു വരാൻ പാടില്ലെന്ന്. രാജീവ് മന്ദഹസിച്ചു. എസ് പിക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടാവും, പക്ഷേ മാഡത്തിനോട് കാലം പൊറുക്കില്ല. വൈഗ കണ്ണുകൾ ഒന്നിറുകെ പൂട്ടി. ഗുഡ് ബൈ. രാജീവ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പെട്ടെന്ന് ആ വണ്ടിക്ക് മുമ്പിൽ ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. അതിൽ നിന്നും ദേവികയും ഈശ്വരിയും ഇറങ്ങി. കോടതിയിൽ നിന്നുമുള്ള വരവാണ്. ഇരുവരും രാജീവിനെ കണ്ടു. മുറ്റത്ത് നിൽക്കുന്ന വൈകിയും. ഓഹോ, വക്കീൽ ഇവിടെയായിരുന്നോ? അതാണ് ഞങ്ങൾ ഓഫീസിൽ വന്നിട്ട് കാണാഞ്ഞത്. പരിഹസിക്കുന്ന ഒരു വല്ലാത്ത ചിരിയോടെ ദേവിക കാറിനരികിലേക്ക് ചെന്നു. എൻ്റെ സത്യേട്ടനെ ജാമ്യത്തിലിറക്കി ഈ വീട്ടിലെത്തിച്ചു തരാമെന്ന് വക്കീൽ എന്നോടത് പറഞ്ഞത് മറന്നുപോയി അല്ലേ? രാജീവ് തെല്ല് പതറി. എൻ്റെ കാര്യം പോട്ടെ, വക്കീലിൻ്റെ അമ്മയേക്കാൾ പ്രായമുണ്ട് ഈ അമ്മയ്ക്ക്. ഈശ്വരിയെ തൊട്ടുകൊണ്ട് ദേവിക പറഞ്ഞു. ഈ അമ്മയെ ചതിക്കാൻ എങ്ങനെ തോന്നി വക്കീലെ? അമ്മേ, വൈഗ പറയാൻ ശ്രമിച്ചു. മിണ്ടരുത് നീ. ദേവിക വിരൽ ചൂണ്ടി വൈകിക്ക് നേരെ അലറി. ആ മിഴികളിൽ വല്ലാത്തൊരു മിന്നലൊളി വൈഗ കണ്ടു. തലച്ചോറിന് തീ പിടിക്കുന്ന എന്ന ഒരു ചിന്താവികലത മുഖത്തും അവൾ നടുങ്ങി. എത്ര ലക്ഷം എണ്ണി നീ കൊടുത്തു ഇയാൾക്ക്, നിന്റെ അച്ഛനെ തിരികെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടതിന്? അയാൾ വീണ്ടും നടുങ്ങി. ആൻറ്റി ഇങ്ങനൊന്നും പറയരുത്. രാജീവിന് വിഷമമായി. എന്നാൽ നിങ്ങൾ പറ കൃത്യം കണക്ക്. ചെയ്ത ചതിക്ക് ഇവൾ എത്ര ലക്ഷം തന്നു? പകയോടെ ദേവിക ചോദിച്ചു. രാജീവിന് എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് തോന്നി. അവർ വന്ന ഓട്ടോറിക്ഷ റിവേഴ്സ് എടുത്ത് പോയ പിന്നാലെ രാജീവും വേഗം വണ്ടി വിട്ടു. അമ്മ വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. വൈഗ ദേവികയെ പിടിക്കാൻ അടുത്തേക്ക് ചെന്നു. തുടരെ തന്നെ തെന്നി മാറിക്കൊണ്ട് ദേവിക ശബ്ദമുയർത്തി. ആ കണ്ണുകൾ കത്തി ആശിച്ച് കൊറിച്ചു വന്നിട്ട്, ഇവിടെ ഒന്ന് കാല് കുത്താനാകാതെ ചത്ത ശവം പോലെ വിലങ്ങുവെച്ച് എൻ്റെ സത്യേട്ടൻ പോയി. ഞാനും കണ്ടിട്ടാടി വരുന്നത്. അമ്മ പതുക്കെ പറയും, വൈഗ പറഞ്ഞു. ഉറക്കെ പറയടി. നിന്റെ അച്ഛനെ നീയാ ചതിച്ചെന്ന് എല്ലാവരും അറിയട്ടെടി. ദേവിക കുറച്ചുകൂടി ശബ്ദമുയർത്തി. ദേവികെ, ഈശ്വരി പറഞ്ഞു. വാ, നമുക്കകത്തേക്ക് കയറാം. മുറ്റത്ത് നിന്നിങ്ങനെ വിളിച്ചു കൂവണ്ട. ഇവിടെ നിന്ന് തന്നെ പറയാമേ, എല്ലാവരും കേൾക്കട്ടെ. ദേവിക നാലുപാടും നിന്ന് അമ്പരന്ന് നിൽക്കുന്ന അയൽക്കാർ കേൾക്കാൻ ഉറക്കെ പറഞ്ഞു. എൻ്റെ സത്യേട്ടന് ജാമ്യം കിട്ടിയില്ല. തിരികെ ജയിലിലോട്ട് തന്നെ പോയി. ഇവളാ ചതിച്ചത്. സത്യേട്ടന് ജാമ്യം കൊടുക്കരുതെന്ന് ഇവിടെ വക്കീലിനെ വിളിച്ചു പറഞ്ഞു. സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ ദേവിക വിളിച്ചു കൂവി. അയൽക്കാർ മൂക്കത്ത് വിരൽ വയ്ക്കുന്നു. വൈഗ ആകെ വിളറി. മുഖം ഒളിപ്പിക്കാനെന്നോണം അവൾ സിറ്റൗട്ടിൽ നേർക്ക് നീങ്ങി. നില്ലടി അവിടെ. ഒരു കുതിപ്പിന് ദേവിക സിറ്റൗട്ടിൽ കയറി വൈഗയ്ക്ക് മുമ്പിൽ നിന്നു. ഇനി നീ ഒരടി മുമ്പോട്ട് വയ്ക്കണ്ട. എന്താമ്മ ഇത് സത്യേട്ടൻ്റെ വീടാ. നിനക്കിനി ഈ വീട്ടിൽ സ്ഥാനമില്ല. പൊയ്ക്കോ. ഞാൻ എവിടെ പോകാനമ്മേ? അങ്ങോട്ട് ചെല്ലടി. ഞാനിപ്പം എങ്ങോട്ടും പോണില്ല. വൈഗ തറപ്പിച്ച് പറഞ്ഞു. മുമ്പോട്ട് ഒരടി വെച്ചു.
ഞാനിവിടെ താമസിക്കുന്നുള്ളൂ. എങ്കിൽ നാളെ പുലരുമ്പോൾ നീ കാണുന്നത് എൻ്റെ അമ്മയുടെ ശവമായിരിക്കും. വൈഗ നടുക്കത്തോടെ അമ്മയെ നോക്കി. അച്ഛമ്മേ, നിൻ്റെ അമ്മ പറഞ്ഞത് സത്യമാണ്. ഈശ്വരി ഒട്ടും പതറാതെ പറഞ്ഞു. അവൾ ഇത്തിരി വിഷം കലക്കിത്തന്ന ഞാൻ കുടിക്കും. നടുക്കത്തോടെ വൈഗ മുമ്പോട്ട് വെച്ച കാല് പിന്നോക്കം വലിച്ചു. പ്രിയരെ, നമ്മുടെ കഥ അനുജത്തി നിനക്കായി വൈഗ IPSൻ്റെ തുടർച്ച നമ്മളിപ്പോൾ കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ തുടർഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇപ്പോൾ രാത്രി 9 മണിക്കിലേക്ക് നമ്മുടെ നോവൽ വീണ്ടും ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് വൈഗ വന്നിരുന്ന സമയത്ത് പുതിയ നോവൽ കാറ്റിൽ തുറന്ന ജാലകം. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.